ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. എല്ലാവരും ചോദിക്കുന്നുണ്ട് ഞാൻ എന്താ പഴയ വീഡിയോ തന്നെ ഇടുന്നതെന്ന്. പക്ഷേ സമയം കിട്ടാത്തത് കൊണ്ട് നിങ്ങളൊന്നും വിചാരിക്കണ്ട. എൻ്റെ സബ്സ്ക്രൈബേഴ്സും അതേപോലെ തന്നെ എന്നോട് പ്രത്യേകമായിട്ട് ചോദിക്കുന്നവർ കൃഷ്ണമ്മ ശിവരാമൻ, അതേപോലെ തന്നെ സുശീല, മാരി മാത്യു ഇവരൊക്കെ ചോദിക്കുന്നുണ്ട്, പ്രത്യേകം എടുത്ത് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോ പഴയതിടുന്നത് പുതിയതിടാത്തത് എന്ന്. പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു കുരുക്കിൽ പെട്ടുപോയി. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ മോളെ പ്രസവത്തിന് വേണ്ടി അഡ്മിറ്റ് ആക്കിയിട്ടായിരുന്നു ഉള്ളത്. ട്വിൻസായിരുന്നു. കോഴിക്കോട് ശാന്തി ഹോസ്പിറ്റലിൽ നിന്ന് പ്രസവിച്ചു. ഓപ്പറേഷനായിരുന്നു, പെട്ടെന്നായിരുന്നു ഓപ്പറേഷൻ. അതായത് ഡേറ്റൊന്നും മാസമൊന്നും ആയിട്ടില്ല. പെട്ടെന്ന് തന്നെ പ്രഷറായതുകൊണ്ട്, പ്ലാസൻ്റയിൽ നിന്ന് വന്ന പ്രഷറായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ ചെയ്തെടുക്കേണ്ടി വന്നു. അപ്പോൾ ട്വിൻസായത് കാരണം രണ്ടുപേരും വെൻറ്റിലേറ്ററായിരുന്നു. ഒരാൾക്ക് നന്നായി കുഴപ്പമായിരുന്നു. അതായത് പറഞ്ഞാൽ ശ്വാസ തടസ്സം ഒക്കെ ആയത്, ഓക്സിജൻ്റെ കുറവ് നന്നായിട്ടുണ്ടായിരുന്നു. മോൾക്കാണെങ്കിൽ പ്രത്യേകിച്ച് കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല. അതായത് എന്ന് പറഞ്ഞാൽ വയറിന് ചെറുകുടലും വൻകുടലും വളർച്ച എത്താത്തത് കാരണം നന്നായിട്ട് വയറ് പൊന്തി വരാൻ, അതായത് പാലോ മറ്റുള്ള ഒന്നും കൊടുക്കാൻ പറ്റാത്ത രീതിയിലാണ്. അതായത് 1 മാസം വരെ ഫ്ലൂയിഡും പിന്നെ 1 മില്ലി 2 മില്ലി പാൽ ഏകദേശം കൊടുക്കും. 3 മില്ലി പാൽ സിറിഞ്ചിൽ കൊടുക്കുന്ന സമയത്തേക്കും വയറ് പൊന്തി വരുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ളൊരു കണ്ടീഷനിലായിരുന്നു. പക്ഷേ ആൾ നല്ല ആക്റ്റീവായിരുന്നു. അങ്ങനെ 1 മാസം കഴിഞ്ഞ് ഒരു 1.5 മാസത്തോളം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ തന്നെയായിരുന്നു. അതുകൊണ്ടാണ് കിട്ടുന്ന സമയത്ത് നല്ല കുട്ടിക്ക് കുറച്ച് നല്ലൊരു ഉന്മേഷം കാണുന്ന സമയത്ത് പെട്ടെന്ന് വീഡിയോ ഇടുന്നതാണ്. അതുകൊണ്ടാണ്. പിന്നെ അവിടുത്തെ ആൾക്കാരും സിസ്റ്റേഴ്സും ഒക്കെ കൂടെ തന്നെ ഉണ്ടാവുമല്ലോ. പിന്നെ പ്രത്യേകിച്ച് പറയാൻ കാരണം എന്ന് പറഞ്ഞാൽ മെഡിക്കൽ കോളേജിൻ്റെ അവസ്ഥ നിങ്ങൾക്കെല്ലാം അറിയാമായിരിക്കുമല്ലോ. അതായത് പറഞ്ഞാൽ സിസ്റ്റർമാരുടെ പരിചരണത്തിലല്ല ഉണ്ടാകാൻ, കുട്ടി നമ്മുടെ പരിചരണത്തിലാണ് ഉണ്ടാകാൻ. അപ്പോൾ ആൾക്കാർ മാറി മാറി നിൽക്കുന്ന, ഓരോ ടൈമിൽ ഓരോരുത്തരായിട്ട് മാറി മാറി നിന്നിട്ടാണ് പരിചരിക്കുക. സിസ്റ്റർമാർ ചെയ്യേണ്ടതൊക്കെ നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ തീവ്ര പരിചരണ സ്ഥലത്ത് മാത്രമാണ് അവർ തന്നെ സ്വയം ചെയ്യുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് ലെവൽ 2ലേക്ക് മാറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ തന്നെ എല്ലാം ചെയ്യേണ്ടതാണ്. അങ്ങനെ ഒരു കണ്ടീഷനിൽ മെനക്കെട്ടിട്ട് ആരും ഇപ്പോൾ വീഡിയോ ഇടാൻ നിൽക്കില്ല. പക്ഷേ ഞാൻ പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ്, അതായത് പറഞ്ഞാൽ ഞാനിടുന്ന വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അപ്പോൾ അവർക്കൊക്കെ ഒരു വിഷമം ഒരു ബുദ്ധിമുട്ടും വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കഴിയുന്ന സമയങ്ങളിൽ വീഡിയോ ഇടുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ഡിലേ ആയി പോകുന്നത്. ഇപ്പോൾ ഡിസ്ചാർജായി, എന്ത് പറയാനാ, മോളെ നമുക്ക് കിട്ടിയില്ല. പഠിച്ചവൻ മോളെ നമുക്ക് തന്നില്ല, കൊണ്ടുപോയി. അപ്പോൾ എന്ന് പറഞ്ഞാൽ ഇനി ഒന്നും ചെയ്യാനില്ല. അതായത് മോൾക്ക് ലാസ്റ്റ് ഘട്ടം ക്യാനില ഇടാൻ വേണ്ടി വെയിന് കിട്ടുന്നില്ല. പിന്നെ ഓക്സിജൻ്റെ അളവ് കുറഞ്ഞു പോയി. പിന്നെ അതേപോലെ തന്നെ ഷുഗർ ലോ ആയിപ്പോയി. അങ്ങനെയൊക്കെ ആയ സ്ഥിതിക്ക് പിന്നെ ഒന്നും ചെയ്യാനില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ നമ്മളെന്ത് ചെയ്യാനാ, കുറേ പഠിച്ചവനെ വിളിച്ച്, പക്ഷേ നമുക്ക് കിട്ടിയില്ല. മോളെ കൊണ്ടുപോയി. മോനെയും കൂട്ടിയിട്ട് കണ്ണൂരിലേക്ക് വന്നതാണ്. അൽഹംദുലില്ലാ, മോനെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് വന്നു. മോനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് വീഡിയോ ഇടാൻ വേണ്ടി ഡിലേ ആകുന്നതും, ഫസ്റ്റത്തെ വീഡിയോ ഇടാതെ പഴയ വീഡിയോയിൽ ചെയ്യുന്നതും അതുകൊണ്ടാണ്. ഇനി തിങ്കളാഴ്ച മുതൽ ഞാൻ പറയാം, ഫസ്റ്റ് അതായത് തുടങ്ങുന്ന വീഡിയോ തന്നെ ഇടുന്നതാണ്. ഇതിപ്പോൾ വെള്ളിയാഴ്ചത്തെ വീഡിയോ ആണ്. ഇനി തിങ്കളാഴ്ച മുതൽ നമുക്ക് തിങ്കളാഴ്ചത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ട് പുതിയ വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആർക്കും എന്നോട് ദേഷ്യമൊന്നും തോന്നരുത്. ഞാനിനി തിങ്കളാഴ്ച മുതൽ നല്ല രീതിയിൽ തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നതാണ്. ചന്ദ്രികയെ അതായത് റെഡിമെയ്ഡ് ഡ്രസ്സ് അടിക്കാൻ കൊടുത്ത അയാൾ വിളിച്ചിട്ട് ചോദിക്കുകയാണ്, ഞാൻ 1-2 ദിവസം കൊണ്ട് അങ്ങോട്ടേക്ക് വരൂ, അപ്പോഴേക്കും എല്ലാം അടിച്ച് റെഡിയാക്കി വെക്കണം. ശരി സാർ, പോന്നോളൂ. സിദ്ധുവും ചന്ദ്രികയും മഹേന്ദ്ര സാറും ലക്ഷ്മിയും അതിൻ്റെ കൂടെ 2 പേരെ വേറെ എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ വെച്ചിട്ടാണ് ജോലി തുടങ്ങുന്നത്. സിദ്ധു പോയിട്ട് ചോദിക്കുകയാണ്, ചേച്ചി കഴിഞ്ഞോ? കഴിഞ്ഞു സാർ, നോക്കട്ടെ. ചന്ദ്രികയുടെ മെഷീൻ്റെ സൂചി ഒടിഞ്ഞു. അപ്പോൾ ചന്ദ്രിക അവിടെ നിന്ന് വട്ടം കറങ്ങാണ്. അപ്പോൾ സിദ്ധു ചോദിക്കുകയാണ്, എന്ത് പറ്റി ചന്ദ്രികയെ? അത് ഒന്നുമില്ല സാർ, മെഷീൻ്റെ സൂചി ഒടിഞ്ഞു. സൂചി പൊട്ടിയൊന്നോ? ശരി, ഇങ്ങോട്ട് മാറ്. സിദ്ധു പിന്നെ എത്രയും പെട്ടെന്ന് തന്നെ സ്ക്രൂ ഡ്രൈവറൊക്കെ തയ്യാറാക്കി മെഷീൻ്റെ സൂചിയൊക്കെ കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. മാറ്റിയോ സാർ? ഇനിയൊന്ന് നോക്കിയേ. ഞാൻ നോക്കാം സാർ എന്ന് പറഞ്ഞ് ചന്ദ്രിക അടിക്കുകയാണ്. ഓക്കെ അല്ലേ? ഓക്കെയാണ് സാർ, ഇനി ഒരു പ്രശ്നം ഉണ്ടാവില്ല. ചന്ദ്രിക വീണ്ടും, അയ്യോ എന്തൊരു കഷ്ടാ, വീണ്ടും സൂചി ഒടിഞ്ഞല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക? സിദ്ധു സാറ് എന്തോ ചെയ്യാണല്ലോ. ശരി, ഞാൻ തന്നെ ശരിയാക്കാം. ചന്ദ്രിക ശരിയാക്കുന്നതിനിടയിൽ കൈക്ക് സൂചി കയറി. അപ്പോൾ എല്ലാവരും ചോദിക്കുകയാണ്, ചന്ദ്രികേ എന്താ പറ്റിയത് മോളെ? എന്താ മോളെ പറ്റിയത്? അയ്യോ ഏട്ടാ ഓടി വാ. ഒന്നുമില്ല അമ്മേ. ഏട്ടാ ഇങ്ങ് വന്നേ. എന്ത് പറ്റി? സിദ്ധുവും മഹേന്ദ്ര സാറും ഓടി വരികയാണ്. എന്ത് പറ്റി? എന്താ ചന്ദ്രിക ഇത് നോക്കി ചെയ്യണ്ടേ? സൂചി വീണ്ടും ഒടിഞ്ഞുപോയി സാർ. സാറ് എന്തോ ജോലിയിലായതുകൊണ്ട് ഞാൻ തന്നെ ശരിയാക്കാൻ നോക്കിയതാ.
ചെറുതായിട്ട് മുറിഞ്ഞു. എന്താ ചന്ദ്രിക, എന്നോട് പറയായിരുന്നില്ലേ? ഞാനിവിടെ തന്നെ ഉണ്ടായിരുന്നല്ലോ. ശരി, ഇരിക്ക്, ഞാൻ പോയി മരുന്നെടുത്തിട്ട് വരാം. അയ്യോ, രക്തം വരുന്നു, ലക്ഷ്മി പറയാ. നോക്കി ചെയ്യാൻ പാടില്ലായിരുന്നു മോളെ. ചന്ദ്രികെ, ഇനി കുറച്ച് റെസ്റ്റ് എടുക്ക്. വാ, വന്നേ. ഇല്ല സാർ, കുഴപ്പമൊന്നുമില്ല. ചെല്ല്, ഞാൻ പറയുന്നത് കേൾക്ക്. വാ ചന്ദ്രിക, പോയി റെസ്റ്റ് എടുക്ക്. ഇല്ല അമ്മേ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങ് വന്നേ, ഞാൻ പറയുന്നത് കേൾക്ക്. ആ അങ്കിളിത് കട്ട് ചെയ്യും. അപ്പോഴേക്കും ഞാനിത് സ്റ്റിച്ച് ചെയ്യാം. സമയം കളയണ്ടാവാ. പിന്നെ ഒരു മൂലയ്ക്ക് പോയിട്ട് സിദ്ധു വെള്ളം കുപ്പി എടുത്തിട്ട് കുടിക്കുകയാണ്. അപ്പോൾ ചന്ദ്രിക നോക്കുകയാണ്. അപ്പോൾ സിദ്ധു ചന്ദ്രികയോട് ചോദിക്കുകയാണ്, വെള്ളം വേണോ എന്ന്. ചന്ദ്രിക ഒരു ചിരിയോടെ തല താഴ്ത്തി. അത് കണ്ട് സിദ്ധു നാണത്തോടെ സിദ്ധുവും തല കുനിക്കുകയാണ്. സിദ്ധുവും മഹീന്ദ്ര സാറും അടിച്ചതെല്ലാം റെഡിയാക്കിയിട്ട് പാക്ക് ചെയ്ത് വെക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് തയ്ച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്മിക്ക് എന്തോ വയ്യായ്ക വരികയാണ്. അല്പനേരം കൊണ്ട് തന്നെ ലക്ഷ്മി വല്ലാതായി. അതിനുശേഷം തല കറങ്ങി താഴെ വീഴുകയും ചെയ്തു. അപ്പോഴേക്കും ചന്ദ്രികയും മറ്റുള്ളവരും അമ്മേ എന്ത് പറ്റി അമ്മേ? അപ്പോഴേക്കും സിദ്ധുവും മഹേന്ദ്ര സാറും അതും ഓടി വന്നു. ലക്ഷ്മി എന്ത് പറ്റി ലക്ഷ്മി? ആൻറ്റി എന്ത് പറ്റി? ചന്ദ്രിക പറയാണ്, കുറച്ച് വെള്ളം ആരെങ്കിലും എടുത്തിട്ട് വാ. ഞാൻ എടുത്തുകൊണ്ട് വരാം മോനെ. അമ്മേ എന്ത് പറ്റി അമ്മേ? മുഖത്ത് വെള്ളം കുടഞ്ഞ് ശരിയാക്കിയപ്പോൾ ലക്ഷ്മിക്ക് ബോധം വന്നു. സിദ്ധു പറയാണ്, ആൻറ്റി പോയി കുറച്ച് നേരം റെസ്റ്റ് എടുക്ക്, ഞാനിത് നോക്കിക്കോളാം. വേണ്ട, ഞാൻ വരുന്നില്ല. പറ്റില്ല, നീ വാ എന്ന് പറയാണ് മഹേന്ദ്ര സാറ്. ആൻറ്റി പറയുന്നത് കേൾക്ക്, ചെല്ല്, ശ്രദ്ധിച്ച് നോക്കി വാ. നീ രാവിലെ ആഹാരം കഴിച്ചില്ലേ? ചന്ദ്രികെ, നീ ചെയ്തോ, ഞാൻ പിന്നീട് വരാം. മനോഹരൻ അടുത്ത പണി കൊടുക്കാനായിട്ട് വീണ്ടും എത്തി നോക്കുകയാണ് ജനാല വഴി. ഓ, തുണി തയ്ക്കുകയാണല്ലേ? തയ്ച്ചോ. നിങ്ങൾ എങ്ങനെ ഡെലിവറി ചെയ്യുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. മേഘയോട് ഇക്കാര്യം പറയുക തന്നെ വേണം. പിന്നെ ജനാല മെല്ലെ അടച്ചു. അതിനുശേഷം മനോഹരൻ മേഘയെ വിളിക്കുകയാണ്. പിന്നെ മേഘ എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് മേഘയുടെ ഷാർപ്നർ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അന്വേഷിക്കുകയാണ്. ഇതുകൊണ്ട് ചെയ്യാം എന്ന് പറഞ്ഞ് ബാഗിൽ നിന്നും ഒരു ബ്ലൈഡ് കിട്ടി. അതിനെക്കൊണ്ട് ചെത്തുകയാണ്. അപ്പോഴേക്കും കൈ മുറിഞ്ഞു. കൈ മുറിഞ്ഞല്ലോ എന്ന് പറഞ്ഞ് മേഘ ബ്ലഡ് കുടയാണ് കയ്യിൽ നിന്നും. അപ്പോഴാണ് മനീഷ് അങ്ങോട്ടേക്ക് കയറി വരുന്നത്. മേഘ കൈ കുടയുന്നതും വേദന സഹിക്കുന്നതും കണ്ട് മനീഷ് ചോദിക്കുകയാണ്, എന്ത് പറ്റി മേഘ? അത് ഒന്നുമില്ല, കയ്യിൽ നിന്നും നന്നായിട്ട് ചോര വരുന്നുണ്ടല്ലോ. നോക്കട്ടെ. സാരില്ല. നൈഫ് വെച്ച് ആരെങ്കിലും പെൻസിൽ ചെത്തുമോ? എനിക്ക് ഷാർപ്നർ തന്നെ യൂസ് ചെയ്തൂടെ? ശരി, ഇപ്പോൾ വരാം. മേഘ, ഇതാ ബാൻഡേജ് ഒട്ടിക്ക്. നീ കൈ ഇങ്ങോട്ട് താ. വേണ്ട, ഇങ്ങോട്ട് കൊണ്ടാ, കൈ കാണിക്ക്. മേഘയുടെ കയ്യിൽ മനീഷ് ബാൻഡേഡ് ഒട്ടിക്കുകയാണ്. ഇനിയെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണം എന്ന് പറയുകയും ചെയ്യാണ്. അപ്പോഴാണ് മനോഹരൻ അകത്തേക്ക് കയറി വരുന്നത്. മനോഹരൻ അത് കണ്ട് അന്തം വിട്ട് നിൽക്കുകയാണ്. മനോഹരനെ കണ്ടപ്പോൾ മനീഷ് ഒന്നും അറിയാത്ത ഭാവത്തിൽ ഇറങ്ങി പോവാണ്. എന്താ മോളെ, എന്ത് പറ്റി? മനോഹരൻ ചോദിക്കുക. അത് ഷാർപ്നർ കണ്ടില്ല, നൈഫ് കൊണ്ട് പെൻസിൽ ഷാർപ്പാക്കിയതാ. ചെറുതായി ഒന്ന് മുറിഞ്ഞു, രക്തം വന്നു. അയ്യോ, അപ്പോഴാ മനീഷ് അത് കണ്ടിട്ട് ബാൻഡേജ് കൊണ്ടുവന്ന് ഇട്ട് തന്നത്. അയ്യോ, ഫോണ് മേഘയുടെ ടേബിളിൽ വെച്ച് മറന്നല്ലോ. മനീഷ് പകുതിക്കെന്ന് ഓർക്കുകയാണ്. അപ്പോൾ മനോഹരൻ പറയാണ്, മേഘ, മനീഷ് എന്ത് സഹായം ചെയ്തു തന്നാലും നീ അത് വേണ്ടാന്ന് പറയണം. മനീഷ് പുറത്തു നിന്ന് അത് കേൾക്കാണ്. എത്ര പെട്ടെന്നാണോ നീ അവനെ ഇവിടെ നിന്ന് ഓടിക്കുന്നത്, അത്രത്തോളം നിനക്ക് നല്ലത്. നോക്കുമോളെ, അവൻ നമ്മുടെ പ്രിയമോളുടെ മനസ്സ് മാറ്റിക്കഴിഞ്ഞു. അതുപോലെ നിന്റെ മനസ്സ് മാറ്റിക്കളയാമെന്ന് അവൻ വിചാരിക്കുന്നുണ്ടാവും. മേഘ, അവനെ നീ വളരെയധികം ശ്രദ്ധിക്കണം. അയ്യോ, എന്താ മോളെ, വേദനിക്കുന്നുണ്ടോ? ചെറുതായിട്ട് നീറുന്നത് പോലെ തോന്നുന്നു. എല്ലാം കേട്ട് കഴിഞ്ഞ മനീഷ് പുറത്തു നിന്ന് ചിന്തിക്കുകയാണ്. നീയാണല്ലേ മേഘയുടെ മനസ്സിൽ വിഷം കുത്തി നിറയ്ക്കുന്നത്? നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. മനീഷ് അതും പറഞ്ഞ് അകത്ത് കയറി. അപ്പോൾ അവൻ അകത്ത് കയറിയ സമയത്ത് മനോഹരൻ ചിന്തിക്കുകയാണ്, അയ്യോ, ഞാൻ പറഞ്ഞതൊക്കെ ഇവൻ കേട്ട് കാണുമോ? മനീഷ് ദേഷ്യത്തോടെ അടുത്തടുത്ത് വരികയാണ്. അപ്പോൾ മനോഹരൻ, അയ്യോ, അടിക്കാൻ വരുന്നത് പോലെ ഉണ്ടല്ലോ. അതേസമയം മേഘ കൈ കടച്ചിലെടുത്തിട്ട് കൊടയാണ്. അയ്യോ എന്ന് പറയാണ് മനോഹരൻ അവിടെ നിന്നിട്ട്. അപ്പോൾ മനീഷ് പറയാണ്, പേടിക്കണ്ട, ഇപ്പം ഞാൻ നിന്നെ തല്ലില്ല. എന്നെങ്കിലും ഒരു ദിവസം എൻ്റെ കയ്യിൽ നിന്നും നീ വാങ്ങിയിരിക്കും. അത്രയും പറഞ്ഞ് മനീഷ് ഫോണും എടുത്ത് തിരിച്ചുപോയി. അതേസമയം മനോഹരൻ ചിന്തിക്കുകയാണ്, അയ്യോ, എന്നാലും അഴികെട്ടിയില്ല. അല്ല അമ്മാവാ, കുറച്ചു നേരം മുമ്പ് വലിയ വീരവാദ്യമൊക്കെ അടിക്കുന്നത് കേട്ടല്ലോ. മനീഷിനെ കണ്ടതും അങ്ങ് വിരണ്ടു പോയോ? ആര് പേടിച്ചു ഒന്ന്? ഞാനോ? ഒന്ന് പോ മോളെ, ഞാൻ ഒരെണ്ണം കൊടുത്താലുണ്ടല്ലോ അവനത് ചെറുക്കാൻ കഴിയില്ല. ശരി, വന്ന കാര്യം പറയും. മേഘ, ചന്ദ്രികയുടെ കമ്പനി വരെ ഞാൻ പോയിരുന്നു. സ്കൂൾ യൂണിഫോമിൻ്റെ ഓർഡർ അവർ തയ്ച്ചു തീർക്കും എന്നാണ് തോന്നുന്നത്. എന്താ അമ്മ പറയുന്നേ? മെറ്റീരിയൽസ് വാങ്ങാനുള്ള പണത്തിന് എന്താ ചെയ്തത്?
അതോ ലക്ഷ്മിയുടെ ആഭരണങ്ങളെല്ലാം അവർ ആ ചന്ദ്രികയ്ക്ക് കൊടുത്തു. അത് ബാങ്കിൽ പണയം വെച്ച് മെറ്റീരിയൽ വാങ്ങി എല്ലാം തയ്ച്ചുകൊണ്ടിരിക്കുക. പക്ഷേ അവളുടെ കമ്പനിയിൽ ജോലി ചെയ്യാൻ ആരുമില്ലല്ലോ. ജോലി ചെയ്യാൻ ആളില്ല, പക്ഷേ ചന്ദ്രിക, മഹേന്ദ്രൻ, ലക്ഷ്മി, സിദ്ധു, വേറെയും ആൾക്കാരുണ്ട്. ഇവരെല്ലാം ഒത്തുകൂടി ജോലിയൊക്കെ കൃത്യമായിട്ട് ചെയ്യാണ്. ഇപ്പം പോയില്ലേ, അവനുണ്ട് സഹായിക്കാൻ. തരിച്ചു നിൽക്കുന്ന മേഘയെ നോക്കി മനോഹരൻ പറയാണ്, മേഘ, കഴിഞ്ഞ തവണ കർപ്പൂരം വീണ് തുണികളൊക്കെ കത്തിപ്പോയി എന്നാണ് അവരുടെ വിചാരം. പക്ഷേ നമ്മളാണ് അത് കത്തിച്ചതെന്ന് അവർക്കറിയില്ല. അവർ യൂണിഫോമൊക്കെ തുന്നി തീർക്കട്ടെ, ഇത്തവണയും നമുക്ക് അതുപോലെ എന്തെങ്കിലും ചെയ്യാം. മേഘ ദേഷ്യത്തോടെ പറയാണ്, അങ്ങനെ തന്നെ ചെയ്തു അമ്മാവ. ചന്ദ്രിക ഒരു ഓർഡർ പോലും പൂർത്തിയാക്കാൻ പാടില്ല. അവൾക്ക് എത്ര ഓർഡർ കിട്ടിയാലും ഒരെണ്ണം പോലും പൂർത്തിയാക്കാൻ പറ്റാത്ത വിധത്തിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടേയിരിക്കണം. ചന്ദ്രിക ഈ കമ്പനിയും വേണ്ട, ബിസിനസ്സും വേണ്ട എന്ന് വെച്ച് എല്ലാം മതിയാക്കി ഓടിപ്പോകണം. മേഘ, നീ പറഞ്ഞില്ലേ അമ്മാവൻ അതുപോലെ തന്നെ ചെയ്തോളാം. അമ്മാവനെയും മേഘയും അതും പറഞ്ഞ് ചിരിക്കുകയാണ്. അതേസമയം ജ്യോതി ഏട്ടന് ഭക്ഷണങ്ങളൊക്കെ വിളമ്പി കൊടുക്കുകയാണ്. ഏട്ടനോട് വന്നിട്ട് ചോദിക്കുകയാണ്, ജ്യോതിയുടെ ജാനകിയുടെ വീട്ടിൽ വേലക്കാരിയെ അയച്ചിരുന്നില്ലേ ഏട്ടാ, അതെന്തായി? എന്താ ജ്യോതി നീ ഇങ്ങനെ ചോദിക്കുന്നേ? ജാനകിക്ക് അവളെ വളരെ ഇഷ്ടപ്പെട്ടു. ഓ, നീ നന്നായിട്ട് ജോലി ചെയ്യുന്നുണ്ട്, ഇനി നീ ജോലി ഇവിടെ ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട് അവളെ പെർമനൻ്റ് ആയിട്ട് അപ്പോയിൻമെൻറ്റ് ചെയ്തു. ജ്യോതി സന്തോഷത്തോടെ ചോദിക്കുകയാണ്, ഓഹോ അങ്ങനെയാണോ? അതെ, വേണമെങ്കിൽ ഞാൻ അവളെ ഫോൺ ചെയ്യാം, നീ കേട്ടോക്ക്. സുന്ദരി തറ തുടക്കായിരുന്നു, അപ്പോഴാണ് ഫോൺ ശബ്ദിക്കുന്നത് കേട്ടത്. എന്നിട്ട് അപ്പുറം ഇപ്പുറമൊക്കെ നോക്കിയിട്ട് ഫോൺ എടുക്കുകയാണ്. അല്പം ദൂരം മാറി നിന്നിട്ട് സുന്ദരി ഫോൺ അറ്റൻഡ് ചെയ്തിട്ട് പറയാണ്, പറഞ്ഞോളൂ സാർ. ഹലോ സുന്ദരി, അവിടെ പ്രശ്നമൊന്നുമില്ലല്ലോ? ആർക്കും സംശയമൊന്നും തോന്നിയില്ലല്ലോ? ഒരു സംശയവും ഇല്ല സാർ. അപ്പോൾ അവളുടെ ആങ്ങള അവളെ നോക്കിയിട്ട് പറയാണ്, ജാനകി മേഡത്തിന് എന്നെ ഒരുപാട് ഇഷ്ടമായി. ഓ, ജ്യോതി പറയാ. അപ്പോൾ സുന്ദരി പറയാണ്, അതുകൊണ്ടവർ പെർമനൻ്റായി ജോലി ചെയ്യാൻ എന്നെ ഇവിടെ നിർത്തിയിരിക്കുക. അതുകൊണ്ട് നീ അവിടെ പെർമനൻ്റായിട്ട് സെറ്റിൽ ആവരുത്. ഞാൻ എന്തിനാണോ വന്നത് ആ ജോലി തീർത്തിട്ട് ഞാൻ ഇവിടുന്ന് ഇറങ്ങാം സാർ. സാർ ഒന്നുകൊണ്ടും ടെൻഷൻ അടിക്കണ്ട. ഇനി 1 മാസത്തിനുള്ളിൽ എനിക്ക് നല്ല നല്ല സമയം കിട്ടുമ്പോൾ ജാനകിയുടെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കാം. ഈ ജാനകിയെ കൊലപ്പെടുത്തുന്നുണ്ടല്ലോ, അവൾ ആക്സിഡൻറ്റിൽ മരണപ്പെട്ടതുപോലെ ആയിരിക്കണം, എങ്കിലേ നമുക്ക് ഗുണമുള്ളൂ. എന്നോട് പറഞ്ഞ എമൗണ്ട് സാർ എനിക്ക് നേരത്തെ തന്നു, പിന്നെ ഞാനത് ചെയ്യാതിരിക്കുമോ? സാർ എന്നെ വിശ്വസിക്ക്. ശരി സുന്ദരി, ജോലി വേഗത്തിൽ കഴിയണം, ആർക്കും ഒരു സംശയവും ഉണ്ടാകരുത്. അങ്ങനെ ആർക്കെങ്കിലും ഒരു സംശയം ഉണ്ടായാൽ നീ ഉടനെ അവിടെ നിന്ന് രക്ഷപ്പെട്ടോളൂ. ഒരു സംശയവും വരാതെ ഞാൻ നോക്കാം സാർ. ഞാൻ ആ ജാനകി മേഡത്തെ നിങ്ങൾ പറഞ്ഞതുപോലെ അവസാനിപ്പിച്ചിട്ട് സാറിനെ വിളിച്ച് അറിയിക്കാം. ശരി, ആയിക്കോട്ടെ. അധിക നേരം ഫോണിൽ സംസാരിക്കണ്ട. ഫോൺ വെച്ചോ. ശരി സാർ. എങ്ങനെയുണ്ട്, ഓക്കെ അല്ലേ? ജ്യോതി പറയാണ്, ഓക്കെയാണ് ചേട്ടാ. സുന്ദരിയും അതുപോലെ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും ആരെങ്കിലും ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് അവർ അവിടെ നിന്ന് പോയി. ചേട്ടൻ അയച്ച ജോലിക്കാരിയെ മിടുക്കിയാണ് കേട്ടോ. എങ്ങനെയെങ്കിലും ആ ജാനകിയുടെ കഥ തീർക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. അതിനല്ലേ 2 ലക്ഷം രൂപ അവൾക്ക് കൊടുത്തത്. അവളുടെ ജോലി അവൾ കൃത്യമായിട്ട് ചെയ്തിരിക്കും. പിന്നെ സുന്ദരിയെ നമ്മൾ അയച്ച ജോലിക്കാരിയാണെന്ന് സിദ്ധാർത്ഥിന് മനസ്സിലായാൽ അവൻ എന്തെങ്കിലും ചെയ്യും. ശരിയായിട്ടാ, ഈ കാര്യം ആരും അറിയാൻ പാടില്ല, പ്രത്യേകിച്ചും വാസു ഒരിക്കലും ഈ കാര്യം അറിയരുത്. ശരി ചേട്ടൻ കഴിക്ക്. പിന്നെ കാണിക്കുന്നത് ചന്ദ്രിക തയ്ക്കുന്നിടത്ത് വന്നിട്ട് മലർ പറയാണ്, അമ്മേ എനിക്ക് ഉറക്കം വരുന്നമ്മേ. ശരി വാ, അമ്മ നിന്നെ ഉറക്കാം. വാ. മലറിനെ ഉറക്കി. അതിനുശേഷം ചന്ദ്രിക തുണിയൊക്കെ അഴിഞ്ഞെടുത്ത് കണ്ടീഷനാക്കി വെക്കുകയാണ്. അപ്പോഴാണ് മഹേന്ദ്രൻ സാർ വന്നിട്ട് സിദ്ധുവിനെ അന്വേഷിക്കുന്നത്. സിദ്ധു, എന്താങ്ങളെ ഇങ്ങ് വാ മോനെ, 1 മിനിറ്റ്. ആദ്യം നിങ്ങൾ അതൊക്കെ തയ്ച്ചു വെക്ക്, അതിനുശേഷം ഞാൻ വിളിക്കാം. വാസു പറയാണ്, സോറി മഹേന്ദ്രൻ സാർ പറയാണ്, ലാസ്റ്റ് ടൈമിൽ എങ്ങനെ തീപിടുത്തുണ്ടായതെന്ന് അറിയില്ല മോനെ. എന്തായാലും ഒരു സേഫ്റ്റിക്ക് 4 ഭാഗത്തും CCTV ക്യാമറ ഫിറ്റ് ചെയ്യാൻ വേണ്ടി പറയൂ. ശരി അങ്കിള് പറഞ്ഞതുപോലെ ഞാൻ ആദ്യം CCTV ക്യാമറ ഫിക്സ് ചെയ്യാം, അത് ഉറപ്പായിട്ടും വേണം മോനെ. ശരി അങ്കിളെ, ഞാൻ നോക്കിക്കോളാം. ചന്ദ്രിക എല്ലാ ഡ്രസ്സും അയൺ ചെയ്ത് വെച്ചതിന് ശേഷം പാക്ക് ചെയ്യാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത് ജാനകി വീൽചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ പറയണം, തല ചുറ്റുന്നത് പോലെ തോന്നുന്നല്ലോ, റൂമിൽ പോയി കുറച്ച് റെസ്റ്റ് എടുക്കാം.
ജാനകി മെല്ലെ റൂമിലേക്ക് പോവാണ്. കഴുകൻ കണ്ണുകളുമായി നിന്നാൽ സുന്ദരി ജാനകിയുടെ വീൽ ചെയർ തട്ടി താഴെയിട്ടു. ജാനകി ഉരുണ്ടുരുണ്ട് താഴേക്ക് വീണു. ജാനകിയുടെ ശബ്ദം നിലച്ചു. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. പുതിയ വിശേഷമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും സീ യു ഓൾ. എന്നോട് എല്ലാവരും ക്ഷമിക്കണം കേട്ടോ. ഞാൻ നാളെ മുതൽ, അതായത് തിങ്കളാഴ്ച മുതൽ പുതിയ വീഡിയോ തന്നെ അതിൻ്റേതായ സമയത്ത് അപ്ലോഡ് ചെയ്യാം.